ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ഡൗൺ മൊമെൻറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ഒരുപാട് 50 മിനിറ്റ്സ് ലിക്വിഡിറ്റീസൊക്കെ ടേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. താഴോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്നൊരു നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ്, ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ അതോടുകൂടി ചേഞ്ച് ഓഫ് ക്യാരക്ടറും തന്നിട്ടുണ്ട്. എന്നിട്ട് മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയും ഓൾസോ സെയിമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു 107 പോയിൻ്റൊക്കെ ടാർഗറ്റ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു പ്രീമിയത്തിലൊരു 10-60 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും സെയിമാണ്. ഇവിടുന്ന് നല്ലൊരു ലിക്വിഡിറ്റീസൊക്കെ ടേക്ക് ചെയ്തതിന് ശേഷം ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് തന്നു, എന്നിട്ട് അപ്സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 1 മിനിറ്റ് ലിക്വിഡിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലായിരിക്കും ഇന്നത്തെ ഞാൻ ട്രേഡ് കൂടുതലും പ്രിഫർ ചെയ്യുക. പ്രീമിയം ഡൗൺ ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്കൊരു 155, 55-60 അകത്തായിട്ടൊക്കെ വരുമ്പോൾ ട്രേഡ് പുഷ് ചെയ്യാം. നോക്കാം. മാർക്കറ്റ് വരുന്നുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തന്നെയാണ് മാർക്കറ്റ് വരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 5 മിനിറ്റ്സിൽ ഒരു എൻട്രി ഒന്നും കാണിക്കുന്നില്ല, പക്ഷെ 1 മിനിറ്റിൽ എൻട്രി കാണിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 1 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ. പ്രീമിയം നല്ലപോലെ മുകളിലോട്ട് പോയി. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് മുകളിലോട്ട് പോകാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് എൻട്രി മിസ്സായെന്നാണ്. നിഫ്റ്റി വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. നിഫ്റ്റി അല്ല, ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റിയും അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് ഒരു ചിലപ്പോൾ ഇവിടുന്ന് തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എൻട്രി മിസ്സാവാൻ നല്ല പോലെ പറന്നുപോയി. എൻട്രി മിസ്സായി. നോക്കട്ടെ, എന്നാലും താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സമയം 11:35 ഞാൻ നേരത്തെ എടുക്കാൻ വെച്ചിരുന്ന എൻട്രി അതിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ 1 മിനിറ്റ് ലിക്വിഡിറ്റി എടുത്തപ്പോഴാണ് എൻട്രി എടുത്തത്. അതപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്ത ഫെയർ വാല്യൂ ഗ്യാപ്പിലത് വന്നു. ഞാൻ അവിടെ നിന്നൊരു എൻട്രി വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു സെയിം സ്ട്രൈക്കിൽ. എന്നിട്ടത് ഏകദേശം ഒരു ബ്രേക്ക് ഈവൻ ആയപ്പോൾ ഞാൻ എൻ്റെ SL ബ്രേക്ക് ഈവനിൽ കൊണ്ടുവച്ചു. അത് ഹിറ്റായി. ബ്രേക്ക് ഈവൻ അല്ല, ഒരു 2 പോയിൻ്റ് ലോസാണ്. ട്രേഡ് 2 SL ആയതുകൊണ്ട് ഞാൻ ആ ട്രേഡ് ഇനി നോക്കുന്നില്ല. ഇനി മാർക്കറ്റിൽ എന്താണ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, ബൈ.